ഒരു ദിവസം മാനസികമായി വേദനിച്ചൊരു അമ്മ കടന്നു വന്നു കേട്ടോ. അമ്മ കടന്നു വന്നു വളരെ വിഷമിച്ചിരിക്കുകയാണ്. ഒരു വിവാഹാലോചന വന്നാണ് സ്വന്തം മകൾക്ക്. മകൾക്കാണെങ്കിൽ മറ്റൊരാളുടെ ഇഷ്ടമാണ്, വലിയ ധനികനായ ഒരു വ്യക്തിയോടാണ് ഇഷ്ടം. അപ്പം വിഷമിച്ച് വേദനിച്ച് വന്നപ്പം അവരുടെ ഭർത്താവ് എൻ്റെ അടുത്തോട്ട് വന്നു. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ എൻ്റെ ഒരു ഒ പിയിലിരിക്കുന്ന സിസ്റ്റർ ഇതിങ്ങനെ കേട്ടിരിക്കുക. സാർ, ഇത് നിങ്ങളെല്ലാവരോടും പറയണം കേട്ടോ, എല്ലാവരോടും പറയണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, പറയാം. നമ്മളെപ്പോഴും പഴയ കാലഘട്ടത്തിൻ്റെ ഒരു ഭൂപടം വെച്ചുകൊണ്ട്, നിങ്ങൾ അമേരിക്കയുടെ ഭൂപടം വെച്ചിട്ട് ഇന്ത്യയിൽ പോയി സ്ഥലം കാണാമെന്നൊക്കെ എന്തായിരിക്കും അവസ്ഥ? ആ ഒരവസ്ഥയിലാണെന്ന് പലപ്പോഴും മാരേജ് റിലേഷൻഷിപ്പ് എന്നാണ്. ഞാൻ പറഞ്ഞു, ആ പെൺകുട്ടിക്ക് മറ്റൊരാളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്കത് ഇഷ്ടമല്ല എന്ന് വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഇന്ന് ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് കേൾപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി ഒളിച്ചോടിയാൽ ആര് ഉത്തരവാദിയാവും? ആ മാനസികാവസ്ഥയിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്താൽ ആര് ഉത്തരവാദിയാവും? നിങ്ങൾക്ക് അവൾ ആത്മഹത്യ ചെയ്യപ്പെടുന്നതോ മറ്റൊളിച്ചോടപ്പെടുന്നതാണോ വലുത്? അല്ലെങ്കിൽ അവളുടെ അവൾ അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഒരു പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുകയാണ്, ഇപ്പോൾ ഒക്കെ ഉള്ളൊരു പെൺകുട്ടിയാണ്. ചേതർക്ക് ഇഷ്ടപ്പെടുന്നത് അവളുടെ തീരുമാനങ്ങൾക്കായിരിക്കുന്നത്. അതാണ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്കൊരു ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ അത് അവരുടെ മുന്നിൽ പ്രപ്പോസ് ചെയ്യാം. അത് അവർ ആക്സെപ്റ്റ് ചെയ്യണോ ചെയ്യേണ്ടതെന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, അത് ആക്സെപ്റ്റ് ചെയ്യണം. പിന്നീടുള്ള തീരുമാനങ്ങൾ അവരുടേതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇവർക്ക് ഒരുപാട് ഇഷ്ടമായത്. ഇനി അവൾ ഇഷ്ടപ്പെട്ട ഒരാളോട് കൂടി പോയി, അവളുടെ കല്യാണത്തിൻ്റെ ഉത്തരവാദി അവളാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ അവളെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു, ആ കല്യാണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദി ആരാണ്? നിങ്ങളാണ്. അതൊരു ഡൈവേഴ്സ് സംഭവിച്ചാൽ ആരായിരിക്കും ഉത്തരവാദി? നിങ്ങളാണ്. അവളുടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി ആരാണ്? അവളാണ്. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ പ്രണയത്തിൻ്റെ ഹോർമോൺ എന്ന് പറയുന്നത് ഡോപ്പമിനാണ്. അത് അഡിക്ഷൻ്റെ ഹോർമോണാണ്, വളരെ ശക്തമാണത്. ആ ഹോർമോൺ അപ്പോൾ ആദ്യം ഈ പെൺകുട്ടി മറ്റൊരു കല്യാണത്തിന് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സമ്മതിച്ച പെണ്ണ് പിന്നെ എങ്ങനെയാണ് അവളോട് ഇഷ്ടപ്പെട്ട ഒരാളുകൂടെ പിന്നെ പോകണമെന്ന് പറയുന്നത് എന്ന്. ഞാൻ പറഞ്ഞു, ആ സമ്മതിച്ച സമയത്ത് അവളുടെ ഡോപ്പമിൻ ഉറങ്ങിക്കിടക്കുകയായിരിക്കും, ഈ അഡിക്ഷൻ്റെ ഹോർമോൺ. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, എൻ്റെ പ്രിയപ്പെട്ട ഞാൻ ഇഷ്ടപ്പെടുന്ന ആളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ളത്. ആ ചിന്ത പിന്നെ ഈ ഡോപ്പമിൻ്റെ ഉൽപ്പാദനം കൂട്ടി മുമ്പുള്ളതിനേക്കാളും ശക്തമായ രീതിയിലേക്ക് പ്രണയം വളരുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ടാവും, അങ്ങോട്ടും ഉണ്ടാവും. രണ്ടും കൂടി ആകുമ്പോഴേക്കത് ഞങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്ത അവർ ഉദിക്കുകയും ആ വികാരം ശക്തമാകുകയും ചെയ്യുമ്പോഴേക്ക് പിന്നെന്തായിരിക്കും സംഭവം? ഈ പ്രണയം സഫലീകരിച്ചേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനത്തിൽ അവരെത്തും. ഞാൻ പറഞ്ഞു, അവൾക്ക് വിടൂ തീരുമാനങ്ങൾ, അവൾ തീരുമാനിക്കട്ടെ. എന്നിട്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക് നിങ്ങളെടുക്കണം. അവരുടെ തീരുമാനം. പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പ്രണയവിവാഹത്തിന് വലിയ ചിലവുകളൊന്നുമില്ലല്ലോ, നിങ്ങളുടെ രക്ഷിതാക്കൾ ഒരിക്കലും രക്ഷപ്പെടുകയല്ലേ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുത്തോളും. അവസാനം അയാൾ ചിരിച്ച് യാത്രയായി.